അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ പാഠം നോക്കാം. ബിസ്മി കൊണ്ട് തുടങ്ങാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഒരു ബൈത്താണ്. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം, ബറക്കത്തേറെ നേടുക നാം, ബിസ്മി പറഞ്ഞു തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം, ബിസ്മി പറഞ്ഞു പഠിക്കുക നാം, റബ്ബിനിഷ്ടം നേടുക നാം. അപ്പം ആ ഒരു ബൈത്ത് പഠിച്ചു പോവുക. പൂരിപ്പിക്കാനൊക്കെ ആ ഒരു ബൈത്തിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തതോ, ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും. അതുപോലെ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ പറയുന്നുണ്ട്, 3 ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. പിന്നെയോ പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. പിന്നെയോ സ്വിച്ച് ഇടുമ്പോൾ ബിസ്മി ചൊല്ലണം. അപ്പോൾ ഇത് ഒരു 3 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലി തുടങ്ങണം. ഇനി അടുത്തത്, ഈ പാഠത്തിൽ നിന്നും ഏത് രൂപത്തിലാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ. അപ്പം അതിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് അള്ളാഹു, രണ്ടാമത്തത് അർ റഹ്മാൻ, മൂന്നാമത്തത് അർ റഹീം. ഇനി അടുത്തത്, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ശരിൻ്റെ നേരെ ആ ഒരു ബോക്സിൽ ശരി കൊടുക്കുക, തെറ്റിൻ്റെ നേരെ ആ ഒരു ബോക്സിൽ എന്ത് കൊടുക്കുക? തെറ്റും കൊടുക്കുക. ഒന്നാമത്തെ എന്താണ്? എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ആ ഒരു ബോക്സിൽ തെറ്റ് കൊടുക്കുക. രണ്ടാമത്തത്, എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം. അത് ശരിയാണ് അല്ലേ? അപ്പം ഏതൊരു കാര്യം, എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യത്തിലാണ് ബിസ്മി ചൊല്ലേണ്ടത്. ഇനി അടുത്തത്, കണ്ടുപിടിക്കാം. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്ത 4 നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ? ഒന്നാമത്തത് ഉറങ്ങുമ്പോൾ, പിന്നെ ഉണരുമ്പോൾ, അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ. ഈ ഒരു അവസരത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. ഇനി നമുക്ക് 2ാമത്തെ പാഠം നോക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്, ഓരോന്നായി നമുക്ക് നോക്കാം. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക, വഅലൈക്കും അസ്സലാം എന്നാണ് സലാം മടക്കുക. അപ്പം ഈ ഒരു പോയിൻ്റാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ഇനി അടുത്തത്, ഇതിൽ നിന്നും ഈ ഒരു പാഠത്തിൽ നിന്നും ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നോക്കാം. ഒന്നാമത്തത്, സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തുണ്ടാകുമെന്നാണ്? പരസ്പരം സ്നേഹമുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇനി അടുത്തത് പാഠം 3ാമത്തെ പാഠമാണ് ഉമ്മയും ഉപ്പയും. അപ്പോൾ അതിൽ ആദ്യം ഒരു ബൈത്താണ് വരുന്നത്. ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ചാദരിച്ചു നാം, റബ്ബിൻ്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം. അതുപോലെ 2ാമത്തെ വരി, നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ, വേദന സഹിച്ചും നമ്മളെ പ്രസവിച്ചു, ഭാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും ഉടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ബൈത്ത് നല്ല രൂപത്തിൽ പഠിക്കുക. അതുപോലെ അതിലുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഉമ്മയാണ്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അതിലൊരു ഹദീസ് പറയുന്നുണ്ട്, റിള റബ്ബി ഫി റിളൽ വാലിദൈനി. റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്.
അതുപോലെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ? ഉത്തരം, മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. ഇനി അടുത്തത് ഓർത്തു പറയാം എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ എന്തൊക്കെയാണ്? ഉമ്മ ആമിന ബീവി, ഉപ്പ അബ്ദുള്ള. ഇനി അടുത്തത് ഉസ്താദിനോട് അന്വേഷിക്കാം. മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തത്, മാതാപിതാക്കൾ പറയുന്നത് നാം അനുസരിക്കണം, നന്നായിട്ട് പഠിക്കണം, കളവ് പറയാതിരിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ സാധിക്കും. ഇനി 4ാമത്തെ പാഠമാണ് നേരത്തെ ഉറങ്ങാം. ആദ്യത്തെ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. അപ്പോൾ അത് നമുക്കിത് വായിച്ചു നോക്കാം. ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷം ഉണ്ടാകും, ഓർമ്മ ശക്തി ഉണ്ടാകും, ഓർമ്മശക്തി കൂടും, അതുപോലെ പെരുമാറ്റം നന്നാകും. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. ഇനി വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങളാണ് ആരോഗ്യം കുറയും, അതുപോലെ പഠനത്തിൽ ശ്രദ്ധ കുറയും, സന്തോഷം നഷ്ടപ്പെടും, ഓർമ്മ ശക്തി കുറയും, അതുപോലെ പെരുമാറ്റം മോശമാകും. അപ്പോൾ ഇതൊക്കെയാണ് വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങൾ. അപ്പം ഉറക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇനി നമുക്കതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ കോളങ്ങൾക്ക് നിറം നൽകുക. അപ്പം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ, ആരോഗ്യം കുറയും, അത് തെറ്റാണ് അല്ലേ? അപ്പം അതിന് കളർ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതോ, ഓർമ്മശക്തി കൂടും, അത് ശരിയാണ്, അപ്പം അതിന് നിറം നൽകുക. അതുപോലെ പെരുമാറ്റം നന്നാകും, അതും ശരിയാണ്, അതിന് നിറം നൽകുക. അതുപോലെ സന്തോഷം ഉണ്ടാകും, അതും ശരിയാണ്, അതിന് നിറം നൽകുക. അപ്പം ഇതൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. ഇനി അവസാനത്തെ ഒരു പ്രവർത്തനമാണ് വായിച്ച് എഴുതാം. അപ്പം 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ 3ാമത്തെ ഭാഗത്തുണ്ടാകും, യോജിച്ചത് ആ ഒരു ബോക്സിൽ എടുത്തെഴുതുക. 1ാമത്തെ നോക്കാം. രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ്. അപ്പോൾ അവിടെ നല്ല ശീലമാണ് എന്ന് എടുത്തെഴുതുക. 2ാമത്തത്, വൈകി ഉറങ്ങിയാൽ എന്താ? ആരോഗ്യം കുറയും അല്ലേ? അപ്പം 2ാമത്തത് ഇതിനോട് യോജിച്ചത് ആരോഗ്യം കുറയും എന്നുള്ളതാണ്, അതവിടെ എടുത്തെഴുതി കൊടുക്കുക. 3ാമത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല എന്ത്? ഇശാഇന് മുമ്പുള്ള ഉറക്കം നമ്മുടെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.